ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഞാനും പപ്പയും കൂടെ അങ്ങനെ മലയാറ്റൂർ പോവുകയാണ്. രാവിലെ ഒരു 6 മണിക്കായിരുന്നു. ഇന്ന് ദുഃഖവെള്ളി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങൾ അങ്ങനെ അടിവാരത്തെത്തി. നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ നേരെ നക്ഷത്രതാളത്തിനടുത്ത് വണ്ടി വെച്ചിട്ട് പതുക്കെ രണ്ടുപേരും കൂടി അങ്ങനെ നടന്നു. അടിവാരത്ത് നല്ല തിരക്കാണ്. നേരെ തിരികെത്തിച്ച് പാറയിൽ തൊട്ട് പ്രാർത്ഥിച്ച് പുണ്യാളിനോട് മല കയറാനുള്ള അനുവാദം മേടിച്ച് നേരെ കയറി. ഒന്നാം സ്ഥലം കയറാൻ കുറച്ച് കഠിനമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നു 1-ാം സ്ഥലത്തെത്തി. അവിടെ മുട്ടൻ തിരക്കാണ് ഗൈസ്. ഓരോ സ്ഥലത്തെത്തും തോറും തിരക്ക് വർദ്ധിച്ച് വരികയായിരുന്നു. ഞങ്ങൾ പതുക്കെ എല്ലായിടത്തും തിരികൾ കത്തിച്ച് പ്രാർത്ഥിച്ച് കുരിശിൻ്റെ വഴി എത്തിച്ച് നേരെ പതുക്കെ മുകളിലോട്ട് കയറി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ആനയെ കണ്ടെന്നും പറഞ്ഞ് വാർത്തകൾ കണ്ടിരുന്നു. അതുകൊണ്ട് അനൂസിന് ചെറുതായിട്ടൊരു ഭയമുള്ളിലുണ്ടായിരുന്നു. എന്നാലും ഇത്തരം തിരക്കിൻ്റെ ഇടയിലായതുകൊണ്ട് അങ്ങോട്ട് ധൈര്യമായിട്ട് കയറി. നമ്മളിങ്ങനെ മല കയറുമ്പോൾ നമുക്ക് മുകളിലോട്ട് കയറി എത്താൻ പറ്റുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാവും. ശരീരം അതിന് അനുവദിക്കുമോ എന്നൊക്കെ ഒരു സംശയത്തിലായിരിക്കും നമ്മൾ. പക്ഷേ മുത്തപ്പൻ എല്ലാവരെയും അങ്ങോട്ട് മലയുടെ മുകളിലേക്ക് എത്തിക്കും. പൊന്നും കുരിശ് മുത്തപ്പ പൊന്മല കയറ്റെന്നും പറഞ്ഞ് അങ്ങോട്ട് നടന്നാൽ മതി. ഓക്കെ. നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകൾ മല കയറാനായിട്ട് എത്തിയിരുന്നു. ചില മെഴുകുതിരി സ്റ്റാൻഡുകളിൽ തീ കത്തി പുക ഉയരുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ കത്തിക്കുന്നത് കൊണ്ടും കാറ്റുള്ളത് കൊണ്ടുമായിരിക്കും. ഞാൻ കുരിശിൻ്റെ വഴി എത്തിക്കുമ്പോൾ അവിടെ തമിഴിലും മറ്റുള്ള ഭാഷകളിലും കുരിശിൻ്റെ വഴി എത്തിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ. അങ്ങനെ ഞങ്ങൾ മലമുകളിലെത്തി. അവിടെ ചെറുതും വലുതുമായ നിരവധി കുരിശുകൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവന്നത് മരത്തോട് ചേർത്ത് ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഞങ്ങൾ നേരെ മാർത്തോമ മണ്ഡപത്തിലേക്ക് ചെന്നു. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പുണ്യാളുടെ രൂപം മുത്താനും നേർച്ചയിടാനുമായി ഭയങ്കര തിരക്കായിരുന്നു. അവിടെ നേർച്ചയിട്ട് നേരെ പ്രാർത്ഥിച്ച് സന്നിധിയിൽ വിശുദ്ധ കുർബാന നടക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് അതിനുശേഷം നേരെ മലയുടെ ചരിവിൽ നല്ല കാറ്റും കണ്ട് കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ച് കുരങ്ങന്മാരവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ആന കുത്തിയ പള്ളിയിലെത്തി അവിടെ പ്രാർത്ഥിച്ച് എപ്പോഴും മലമുകളിൽ വെള്ളം കിട്ടുന്ന അത്ഭുത നീരുറവയുടെ അടുത്ത് ഞങ്ങളെത്തി. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. വെള്ളം കുടിക്കാനൊന്നും സാധിച്ചില്ല. അങ്ങനെ പൊന്നിൻ കുരിശിൻ്റെ അടുത്തെത്തി പ്രാർത്ഥിച്ച് നേരെ ഞങ്ങൾ പതുക്കെ അങ്ങനെ മല ഇറങ്ങി. നല്ല തിരക്കായതുകൊണ്ട് സൈഡ് വഴി കൂടെ അങ്ങനെ പതുക്കെ ഇങ്ങനെ പോകുന്നിരുന്നു. അനുസരിച്ച് ചാടി ഓടി പോയി. അപ്പോൾ ഇതേ നല്ല ഭാരമുള്ള കുരിശിന് ചുമന്നുകൊണ്ട് നിരവധി ആളുകൾ മല കയറുന്നുണ്ടായിരുന്നു. പിന്നെ വളർത്തുമൃഗങ്ങളെയും കൊണ്ട് പട്ടിയൊക്കെ കൊണ്ട് ആളുകൾ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മല ഇറങ്ങി നേരെ 2 വീലർ എടുത്ത് നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. നല്ലൊരു അനുഭവമായിരുന്നു. പൊന്നും കുരിശ് മുത്തപ്പ എല്ലാവരും കാത്തോണേ. ഈശോയെ. See you guys.